ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ചോറിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കും കഴിക്കാൻ പറ്റണ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കനാണ് വാങ്ങിയത്. പിന്നെ അത് നന്നായി കട്ട് ചെയ്ത് നന്നായി കഴുകി വെച്ചു കേട്ടോ. ഞാൻ ഫ്രഷ് മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കസ്കസ്, 3-4 ഏലക്കായ, 3-5 കുരുമുളക്, പിന്നെ ഒരു കഷ്ണം പട്ട, ഒരു പീസ് തക്കോലം, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ആ ഫ്രഷ് മസാല ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. അപ്പം ഞാനത് പൊടിച്ച് വെച്ചു. പിന്നെ ഞാൻ അരച്ച് വെക്കണത് ഒരു 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. എല്ലാം കൂടി ഒന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് മിക്സിയിൽ ഞാൻ എല്ലാം കൂടി അരച്ച് വെച്ചു. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അരച്ചേന്ന് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനൊരു 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രഷ് തൈര് കേട്ടോ, ഫ്രഷ് തൈര് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ, അതിൽ നിന്നും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ നല്ലോണം മാരിനേറ്റ് ചെയ്ത് അടച്ച് വെക്കുക കേട്ടോ. മിനിമം 20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഗ്രേവിക്ക് ഉള്ള പണി തുടങ്ങാം. ഒരു 3 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു കേട്ടോ. ഇതേപോലെയാണ് അരിഞ്ഞ് വെച്ചത്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 3-4 കരയാമ്പൂ, പിന്നെ 2 ബേ ലീഫ്, 1 കഷ്ണം പട്ട. പട്ട ഇട്ട് കൊടുക്കണ വീഡിയോ വന്നില്ലേ തോന്നുന്നു കേട്ടോ. പട്ട ഇട്ട് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടുമല്ലോ അതിനായിട്ട്. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തു. അതിന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടിയിട്ടുള്ള പേസ്റ്റ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നന്നായിട്ട് അരച്ച് ചേർക്കണം. ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇടയിൽ ചേർത്ത് വിട്ടോ, എണ്ണ കുറവാ തോന്നിയപ്പോൾ. അപ്പോൾ തക്കാളി അരച്ച് കൊണ്ടു. ഇനി നമുക്ക് ഇത് ഗ്രേവിയുടെ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയുടെ പ്യൂരി നന്നായിട്ട് വേവുന്നവരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ. 2 മിനിറ്റ് നല്ലോണം വഴറ്റി കൊടുക്കുക. തീ മീഡിയത്തിൽ വെച്ചാൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് നാളികേരം, ഒരു അരമുറി കഷ്ടിയേ ഉള്ളൂ. അത് നന്നായിട്ട് പൂളാക്കി എടുക്കുക. കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷനുണ്ട്. ബാക്കിയുള്ള മസാലകൾ നമ്മൾ ചേർക്കണോണ്ട് നല്ല മണവും രുചിയൊക്കെ ഉണ്ടായിരിക്കും. ചിക്കൻ മസാല വീട്ടിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഞാൻ ഒരു 3 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ല മുളക് പൊടി ഒരു 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ. മസാലയുടെ പച്ചമണം പോകുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിക്കോളൂ. തീ മീഡിയത്തിൽ വെച്ചാൽ മതി. അപ്പോൾ അടി പിടിക്കാണ്ട് നന്നായിട്ട് വഴറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി ചേർക്കണം കേട്ടോ. മസാല നന്നായിട്ട് പിടിക്കുന്ന പോലെ നല്ലോണം ഇളക്കി ചേർക്കുക. ഗ്രേവിയിൽ ഉപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. എന്താ വെച്ചാൽ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. എങ്കിലും ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. അത് 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. ഒന്ന് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. അപ്പോൾ മസാല എല്ലാം നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പിലാണെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മല്ലിയില ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ മുകളിൽ കൂടെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റ് ഞാൻ വേവിച്ചു കേട്ടോ. അപ്പോൾ വേവൊക്കെ പാകമാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി ഇളക്കി നോക്കിയിട്ട് ഒന്നും കൂടി നമുക്ക് 2-3 മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്രേവിയൊക്കെ പാകമായിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. നല്ല പാകമാണോ നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഞാനിവിടെ ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ടേസ്റ്റ് നോക്കുകയാണ്.
നല്ല സൂപ്പറായിട്ടുണ്ട്, എല്ലാം പാകമുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി ഞാൻ അടച്ച് വെച്ചു, വേവിച്ചു. ഇതാ നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന കറിയായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ്സ് എഴുതുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ എന്തായാലും കൊടുക്കണം കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.